ഡോക്ടറുടെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കണ്ടു മംസിനെ കുറിച്ച് സംസാരിക്കാൻ. മംസിന്റെ വാക്സിൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്? മംസ് ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ മംസ് അല്ല മുണ്ടുനീര് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും അങ്ങനെയൊക്കെയായിരുന്നു മംസ് വന്നുകൊണ്ടിരുന്നത്, മുണ്ടുനീര് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മുണ്ടുനീര് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ വൃഷണത്തിനൊക്കെ ബാധിക്കാം, ഓർക്കൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് വൃഷണത്തിനൊക്കെ ബാധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻസെഫലോപ്പതിയൊക്കെ വരാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു അങ്ങനെ കോംപ്ലിക്കേഷനൊക്കെ വരാൻ സാധ്യതയുള്ളൊരു കണ്ടീഷനുമാണ്. വെറുതെ വീക്കം മാത്രം വന്നു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്ക് മംസിനെതിരെയുള്ള വാക്സിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു വൈറൽ ആണോ അതോ ബാക്ടീരിയൽ ആണോ, എന്താണ് ശരിക്കും? മംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പാരാമിക്സോ വൈറയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു വൈറസ് ഉണ്ടാക്കുന്നതാണ് മംസ് എന്ന് പറഞ്ഞാൽ. ആ വൈറസിൻ്റെ പേരാണ് ശരിക്കും മംസ് എന്ന് പറയുന്നത്, മംസ് വൈറസ്. അതുണ്ടാക്കുന്ന അസുഖത്തിന് അതുകൊണ്ട് മംസ് എന്ന് പറയുന്നു, മുണ്ടുനീര് നമ്മൾ മലയാളത്തിൽ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇതിനെതിരെയുള്ള വാക്സിനേഷൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇത് ഗവൺമെൻറ് സെക്ടറിൽ മംസിനെതിരെയുള്ള വാക്സിനേഷൻ ഇല്ല. നമുക്ക് 9 മാസത്തിൽ നമുക്ക് ഇവിടെ ഗവൺമെൻറ് സെക്ടറിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നാഷണൽ ഇമ്മ്യൂണൈസ് ഷെഡ്യൂളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മീസിൽസ് റുബെല്ല ഇത് രണ്ടിനെതിരെയുള്ള വാക്സിനേഷൻ വരുന്നുള്ളൂ. അപ്പോൾ മംസിനെതിരെയുള്ള വാക്സിൻ വേണമെങ്കിൽ നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അങ്ങനെ എടുക്കുവാണെങ്കിൽ അത് 1 ഡോസല്ല 3 ഡോസായിട്ട് എടുക്കണം. 9 മാസത്തിൽ എടുക്കണം, 15 മാസം വീണ്ടും എടുക്കണം, 4 തൊട്ട് 5 വയസ്സിനിടയ്ക്ക് വീണ്ടും എടുക്കണം. അങ്ങനെ 3 ഡോസായിട്ട് എടുക്കുവാണെങ്കിൽ 90% പ്രൊട്ടക്ഷനാണ് പറയുന്നത്. അപ്പം നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം പ്രൈവറ്റിൽ പോയി എടുക്കണമെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 9 മാസത്തിന് നമുക്ക് ശരിക്കും 3 കുത്തിവയ്പ്പായിരുന്നത്. 2 കുത്തിവയ്പ്പ് ഗവൺമെൻറ്റിൽ തന്നെയുണ്ട്. അപ്പോൾ അത് രണ്ടും ഗവൺമെൻറ്റിൽ പോയി എടുക്കാം. പിന്നെ ഒരു തുള്ളിമരുന്നുണ്ട് വൈറ്റമിനെ, അതും ഗവൺമെൻറ്റിൽ നിന്ന് എടുക്കാം. എന്നിട്ട് 1 മാസം കഴിയുമ്പോഴത്തേനും പ്രൈവറ്റിൽ പോയിട്ട് MMR മാത്രമായിട്ട് അങ്ങ് എടുക്കുക. ഈ 9 മാസം വരുന്ന MR അങ്ങ് എടുക്കണ്ട, MMR ആയിട്ട് 1 മാസം കഴിയുമ്പോൾ അങ്ങ് എടുത്താൽ മതി. പിന്നെ 1.25 വയസ്സാകുമ്പോഴും വീണ്ടും ഒരു MMR ആയിട്ട് പ്രൈവറ്റിൽ തന്നെ പോയി എടുക്കുക. 5 വയസ്സിൽ പിന്നെ ഗവൺമെൻറ്റിലാണെങ്കിൽ MR ഒന്നും വരുന്നില്ല, DPT എന്ന് പറയുന്ന കുത്തിവയ്പ്പ് മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ MMR എന്ന് പറയുന്ന കുത്തിവയ്പ്പ് എന്ന് പറഞ്ഞാൽ മംസ്, മീസിൽസ്, റുബെല്ല 3-നും എതിരെയുള്ള ഒരു കുത്തിവയ്പ്പായിട്ട് അങ്ങ് എടുക്കാം. അതായിരിക്കും നല്ലത്. ഇത് വന്നു കഴിഞ്ഞാൽ മംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും സിംറ്റമാറ്റിക് മാനേജ്മെൻ്റ് ആണ്. സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരസ്റ്റമോളൊക്കെ കൊടുത്ത് വേദന, അതിനുള്ള പനിയ ഒക്കെ കാണും, നല്ല ടയർഡ്നെസ് കാണും, അതൊക്കെയാണ്. അതിന് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പനിയ, തലവേദന, നല്ല ക്ഷീണം, അതൊക്കെയാണ് കാണാൻ സാധ്യത. അപ്പം ഉണ്ട്, സ്പെല്ലിങ് കാണും. സ്പെല്ലിങ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് ആണ്, അതിൻ്റെ കൂടെ വരുന്ന സിംറ്റംസ് ആണ്. പിന്നെ നല്ല പരോട്ടിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഈ മുന്നിലും പിന്നെ അതിൻ്റെ താഴേക്ക് പുറകോട്ടുമായിട്ട് പോകുന്നൊരു ഗ്രന്ഥിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മുനീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ. പരോട്ടിഡ് എന്ന് പറഞ്ഞാൽ ഉമ്മുനീർ ഗ്രന്ഥി, സെലൈവറി ഗ്ലാൻഡ്. അപ്പോൾ ഇതിന് നല്ല വീക്കം വരാൻ സാധ്യതയുണ്ട്, 2 സൈഡിലും വീക്കം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസിനുള്ള സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ്, പനിക്കും തലവേദനയ്ക്കൊക്കെ വേണ്ടി പാരസ്റ്റമോളും പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കാൻ പറയുന്നു, നല്ല റെസ്റ്റ് എടുക്കാൻ പറയുന്നു, എന്നിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സോടെ കൊടുക്കേണ്ടി വരും. പിന്നെ വൈറ്റമിൻ സി ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്, സപ്പോർട്ടീവ് കെയറിന്. അത്രയും നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്.